ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയുടെ അടുത്താണ്. ഞാനിപ്പോ ദർഗയിൽ പോയി അവിടെയൊക്കെ വിസിറ്റ് ചെയ്തു, അതെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്യണം. റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് റൂമിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഇന്ന് രാവിലെ ഞാൻ ഒരു കാഴ്ച കണ്ട്. അതായത് സുഖദേവ് വിഹാർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയില് ഒരു ചങ്ങായി അവിടെ ഒരു പെട്ടിക്കടന്റെ അടുത്ത് വന്ന് നിർത്തി. എന്നിട്ട് അയാൾ എന്തോ ചോദിച്ച് എന്തോ വാങ്ങുന്നതും കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ ഓട്ടോറിക്ഷന്റെ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവിംഗ് സീറ്റിൽ പോയി ഇരുന്നിട്ട് എന്താ പരിപാടി എന്നറിയോ? കഞ്ചാവ്, അതായത് കഞ്ചാവ് കയ്യിലിട്ടിട്ട് തിരുമ്മി 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 അയാൾ അവിടുന്ന് വാങ്ങിയത് ഒരു വെള്ള പേപ്പറാണ്. ആ പേപ്പറിനകത്ത് ഈ സാധനം അങ്ങ് ഇട്ട്, അതായത് ഒ സി ബി പേപ്പറിന്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുവാണ്. അപ്പോ ഒരു അച്ഛനും ഒരു മോളും, ചെറിയ കുട്ടിയാണ് മോള്, അച്ഛനും മോളും. അപ്പൊ അവര് ഇങ്ങനെ വന്നു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കയറുന്നുണ്ട്. കയറുമ്പോ ഇതൊക്കെ അവർ കാണുന്നുണ്ട്, പക്ഷെ അവര് റിയാക്ട് ചെയ്യുവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഡൽഹിയില് സുഖദേവ് വിഹാർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പില് പബ്ലിക്കായിട്ട്, അത് പകൽ ഇത്ര പബ്ലിക്കായിട്ട് അയാൾക്ക് അത്ര ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഡൽഹിയിൽ എന്തെല്ലാം നടക്കുന്നുണ്ടാവും അല്ലേ? എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കാരണം അത്രയും പബ്ലിക്കലി അയാൾ ആ ഒരു കഞ്ചാവ് നിറക്കുന്നുണ്ട്. ആ ഒരു പേപ്പറിന്റെ ഉള്ളില് കഞ്ചാവ് നിറച്ചിട്ട് ഇയാൾ അത് വലിക്കാൻ റെഡി ആവുകയാണ്. ആ ഓട്ടോറിക്ഷ എടുക്കുന്നതിന് മുന്നേ ഇവര് വന്ന് വെയിറ്റിംഗ് ആണ് ഓട്ടോറിക്ഷന്റെ ഉള്ളിൽ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇയാൾ ഇത് നിറക്കുന്നത് വരെ ഈ ബേക്കിലിരിക്കുന്ന അച്ഛനും മോളും ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്, ഈ സാധനം നിറക്കുന്നത് വരെ. അതാണ് എന്നെ വളരെയധികം അങ്ങ് എവിടെയൊക്കെയോ എന്നെ ചിന്തിപ്പിച്ച് കളഞ്ഞു. ഡൽഹിയിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ, അതും ഡൽഹിയിൽ ഇത്ര പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി.